നിങ്ങൾ എവിടാ ഹലോ സാറേ പീഡിയാണ് പറഞ്ഞോളൂ നമ്മുടെ മഫ്തിയിലുള്ള പീഡിയാണ് പറഞ്ഞോളൂ നമ്മളെ നിങ്ങളൊന്ന് മാർക്കറ്റ് എവിടാന്ന് എന്തുണ്ടെങ്കിലും ആര് വെച്ചാൽ നമ്മള് മഫ്തിയിലുള്ള പീഡിയ എന്നങ്ങ് പറയാം. മഫ്തിയിലുള്ള പീഡിയ ഓ ഗുണ്ടകളുടെ ഇടയിലോട്ട് ഇറങ്ങിച്ചെന്നവരെ മനസ്സിലാക്കാൻ വേണ്ടിയാന്ന് പറയാം. നന്ദാരം അവനെ എന്തേലും പറഞ്ഞു മനസ്സിലാക്കുക. നന്ദാരം വെട്ടിയാണ് വരുന്നത്. ചാട് ചാട് ചാട്. അവൻ കാണുന്നു, അവൻ നോക്കുന്നു. അണ്ണാ അത്യാവശ്യമായിട്ട് ഒരു ഡ്രസ് ഷോപ്പിൽ പോയി ഹെൽമെറ്റ് വെക്കണം. ഇപ്പൊ റിഫ്രഷ് അടിച്ചാ നിങ്ങളുടെ ഇത്ര നേരം എന്താടാ ഹെൽമെറ്റ് വെക്കാൻ? എടാ അല്ല, നമ്മളിപ്പോ ഡ്രസ് ഷോപ്പിൽ പോയപ്പോ നിങ്ങൾ എന്താ ചെയ്തോണ്ടിരുന്നത്? എനിക്ക് ഹെൽമെറ്റ് ഉണ്ട്, എനിക്ക് അല്ല ഇവൻ ആയിരുന്നു. അതെന്താ സംഭവം അറിയാവോ? ഹെൽമെറ്റ് ഊരിട്ട് ഡ്രസ് മാറിയിട്ട് റിഫ്രഷ് അടിച്ചുമ്പോ ഹെൽമെറ്റ് ഊരും. അങ്ങനെ എടാ എവിടെയെങ്കിലും ഒരു ഗ്യാപ്പ് കിട്ടുമ്പോഴേ ജുഗ്രുവിന്റെ ബാഗിൽ നിന്ന് ഹെൽമെറ്റ് അങ്ങ് എടുത്തിട്ടാ മതി. അല്ല ഞാൻ അടുത്തുള്ള ഇത് മാർക്കേ ബാഗുണ്ട് ആരില്ലാത്ത ഏതൊരു വളവിൽ കൊണ്ട് നടത്തി കൊടുത്താ ഇവനങ്ങ് ഹെൽമെറ്റ് മാത്രമായിട്ട് ഇങ്ങോട്ട് നിർത്താം. വാ ഹെലി വന്നേക്കുന്ന ഹെലി ആരാടിയാ? പീഡിയാണോ? പീഡിയായിരിക്കും. ഫ്ലൈ ഓവർ കയറി ഇതാ വരുന്നു. വാടാ വാ കേറി. എന്ത് പൊളിക്കുന്ന സൗണ്ട് കിട്ടും? എയർപോർട്ട് രായ ഒരു വണ്ടി ബന്ധരോ രായോടെ പിക്ക്. എടാ പീടി ഒന്ന് മാർക്ക് ചെയ്താ. പീടി എന്ന് പറയുന്നത് ഇതിവിടാണ്. മാഡം നമ്മുടെ മഫ്തിയിലുള്ള ഓഫീസേഴ്സ് ആണ്. നമ്മളെ പിറ്റിയില്ലേ കാണുമ്പോ പിറ്റിയണോന്നാണോ നിങ്ങൾ? സല്യൂട്ടില്ലേ മാഡം? കണ്ടുകളാണ് പറഞ്ഞു കൊടുത്തത് നമ്മളിവിടെ. നമ്മുടെ ബാക്കി ഹെലിയും കൂടെ ഉണ്ട്. ഹെലി വന്നാ ഇനി മറ്റേ ടണലാണ്. ടണല് പോയാൽ പിടിക്കൂല. പല വഴി എത്താം നമുക്ക്. 14ഓളം പേരുണ്ട്. 10. ഇവിടെ നിനക്ക് വഴി അറിയാവോ ടണലിലോട്ടുള്ള? എനിക്കറിയാം. ചേഞ്ച് ചെയ്യാൻ പറ്റൂല. ടണല് മാർക്ക് എനിക്ക് മാർക്ക് ചെയ്യാൻ പറ്റൂല. സാറേ ഇപ്പൊ അല്ലേ ഒരു 5 മിനിറ്റ്. നേരെ താഴെ ഈ പാലത്തിന് 5 മിനിറ്റ് തരാം. സാറേ വണ്ടിയെ ഇതിലേക്കൂടെ ഇങ്ങോട്ടൊന്ന് പോകും ഈ വഴി. എടാ അഥവാ നമ്മൾക്ക് വീണാലും ഇറങ്ങി അടിച്ചേക്കണം കേട്ടാ. സുഹൃത്തെ ഒരു പ്രശ്നമില്ല. നമ്മള് വണ്ടി നിർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓൺ ദ വേ OTW. ഉടനെ നിർത്തിക്കൊണ്ടേയിരിക്കുന്നു. നമുക്ക് പോവാൻ പറ്റുന്ന വരെ പോവാ. ഞാൻ ബാക്കി ഇതൊരു കൺട്രോൾ ഇല്ലാത്ത അപ്പി വണ്ടിയാണ്. ഇത് ഇങ്ങോട്ടൊന്ന് കേട്ടില്ലേ? കിട്ടത്തില്ല. നമുക്ക് ഇത്തിരി ബാക്കപ്പ് കിട്ടിയാൽ കൊള്ളാം. സഹായം വേണ്ട ഇനി മതി. നന്ദിയുണ്ട്.
ഇറങ്ങി അടിച്ചു അങ്ങനെ പറയില്ലേ? അയ്യോ ഇതൊരു അപ്പി വണ്ടിയാണ് ഇത്. അണ്ണ ലെഫ്റ്റ് 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 ഇതോരാ അവര് 2000 പേര് ഇങ്ങനെ വണ്ടി കട്ടത്താടി വെച്ചേക്കുന്നതിനെ നമ്മളാണേ തല്ലല്ലേ നമ്മളെ. ഞാൻ പീടി വണ്ടിയുടെ ഫ്രണ്ട് മറ്റേ പിങ് ചന്ദ്രനെ കാണിക്കല്ലേ? ഇല്ലല്ലോ ബ്രോ, ഇല്ലല്ലേ നമ്മളെ കണ്ടുപിടിക്കും. അതറിയാതെ കൈതട്ടി ചുമ്മാ അല്ല, ദൂരം പോയിട്ട് കണ്ടുപിടിക്കണം. അവര് നേരെ പോയേട്ടാ, അവരിടിച്ച് നേരെ അതുവഴി പോയേട്ടാ. നമുക്ക് ഹൈവേ കയറി പറത്താം. അണ്ണാ അത് താഴെ ഇവിടെ ഇവിടെ ഇട്ടാണല്ലേ? ലെഫ്റ്റോട്ട് റൈറ്റില് അറ്റത്ത് നേരെ പോയി റൈറ്റ് ലൈൻ പിടിക്കേ. റൈറ്റ് ലൈൻ ആ ഇതിന്റെ അകത്താനായിട്ടാണല്ലേ? ഏതെങ്കിലും ഒക്കെ വഴി വിട്ടു അതിനകത്തോട്ട് കയറിയിട്ട് വെടിവെക്കോ. ഇവിടെ ഇവിടെ ഇട്ടാണല്ലേ? ഇവിടെ ഇവിടെ ഇതാണല്ലേ? അണ്ണാ ടണല് ലെഫ്റ്റ് ടണൽ. എന്നാ നേരെ പോയി നമ്മള് വീണ്ടും പുതുക്കി സേഫ് സോണിൽ കയറും. അണ്ണ ഇനി തിരിച്ചു പോയി ടണലിൽ കയറിക്കോണ. തിരിച്ചു ടണൽ ഈ വട്ടം ടണൽ പോണേ കറക്റ്റ്. എത്ര ഈ വട്ടം ഉണ്ടാവല്ലേ? നോക്കി കയറണം, നോക്കി കയറണം. പൊട്ടണ സാധനം ഉണ്ടോ? ബ്രേക്ക് അണ്ണ പൊട്ടണ സാധനം ഉണ്ടോ? സാറേ നമ്മള് നേരെ കുറച്ച് വീഡിയോ കൊടുക്കുന്നുണ്ട്. ഒന്ന് ഇടിച്ചേർണേ. അത്രേ ഉള്ളൂ. താങ്ക്സ്. നമ്മളല്ല ഇതൊക്കെ. നമ്മളല്ല പൈസ ടണലിലുണ്ട്. ഇവനെ കയറി എടുക്കാം. വാ പിടിച്ചടാ അടിച്ചിട്ടാ അവന്. ഇല്ല വാ കയറോ. എടാ ഞാൻ വീണടാ. എന്തൊരു മൺപത്രമായി പോയടാ. ആ കറക്റ്റ് അടി എനിക്ക് കിട്ടിയടാ. ഇത് ചന്ദ്രനാണോ? അത് എന്നെ അടിച്ച് ചന്ദ്രനാണെന്ന് പറയല്ലേ? ആ ടണല് വേണ്ട, സത്യം ടണല് വേണ്ട. കൺട്രോൾ ഇല്ലാത്തൊരു അപ്പി വണ്ടിയാ. അയ്യോ എടാ എന്നെ കൊണ്ടുപോകണം മിക്കവാറും ഇപ്പൊ ചന്ദ്രൻ. എന്നെ ചന്ദ്രന് വിട്ടുകൊടുക്കല്ലേ. ഡ്രൈവർ ബ്രോ ആ വണ്ടി ഓടിച്ചു നോക്ക്. ഒരു വണ്ടി ഓടിച്ചു നോക്ക്, അത് അന്നേരം മനസ്സിലാവും. അടിച്ചിട ചന്ദ്രനോടായോ? വീഴല്ലടാ. പിള്ളേരെ ലച്ചില്ല. അത്രേ ഉള്ളൂ. അടിച്ചു
ജിഗ്രല്ലേ ഇല്ല നമുക്ക് ഈ POV കാണാലോ അത്യാവശ്യം. ഞാൻ ഇവനെ വരച്ചടാ, ഞാനിവിടെ ഞാൻ നല്ല രീതിയിൽ വിഫായി ഞാൻ ഇവനെ. വിരാട് കോഹ്ലി സെഞ്ചുറി അടിച്ചോ? പോടാ. ഞാൻ എടുത്തോളാം. മന്ദാരം കത്തി മന്ദാരം കത്തിപ്പോയടാ. വീട് ഡൗൺ ആയാ? നീ ലെഫ്റ്റ് നോക്കണ്ടേ ജൂടെ, എന്റെ ലെഫ്റ്റ് നോക്കിയ വണ്ടിയുടെ ബാക്കി ഇരുന്ന് സ്പീഡ് ബൂസ്റ്റ് ഒക്കെ ആണ്. ഷീൽഡ് കൊണ്ട് വന്നാ തെറച്ച് വീണോണ്ടോ ഇപ്പം. ജൂടെ നീ കാറിന്റെ ബാക്കി ഇരിക്കടാ. ജൂടെ നിനക്ക് ആംഗിള് രണ്ട് ഡിങ്ക് കാറിന്റെ ബാക്കി വീണ് 2-3 ഡിങ്ക് കിട്ടിയവന്. വരചന്ദ്ര സാറ് കാണുന്നു. വരചന്ദ്രനാണോ അത്? മന്ദാരം കത്തി അടിക്കണം നമുക്ക് ഇവിടുന്ന് പോണം. ഇത് വീട് ചെയ്യിക്കണം. നമ്മളാകെ 3-4 പേരെ ഉള്ളടാ ഇതിനകത്ത്. ഇനിയിപ്പോ ഈ സിറ്റുവേഷനൊക്കെ കണ്ടിട്ട് പറയും പീഡി നമ്മളെ അടിച്ചെന്ന് പറഞ്ഞ് ബോമാർക്ക് സന്തോഷിക്കാൻ ഒരു സാധനം നോക്കണ്ട. പീഡി എത്ര പേരുണ്ട്? ഫോൺ അടിക്കാൻ പറ്റിയ സമയം. അത് ഉറപ്പല്ലേ? 10 പേരെന്തോണ്ട് പീടിയാണോ? കാറെടുത്ത് പോയടാ. ഞാൻ ചത്ത് കിടക്കുവാടാ. ഞാൻ എങ്ങനെ കാറെടുത്ത് പോകും? ഇവിടെ 2 പേരെ കാണുന്നുള്ളൂ. ജമാലും ഒക്കെ വിളിക്കണത് എന്നെ. PD വെയിറ്റിംഗ് ഫോർ ബാക്കപ്പ് എന്നോ? ഇവിടെ അവര് ഷീൽഡ് ഇട്ടാണ് ഇരിക്കുന്നത്. ജൂഡ് കേറിപ്പോയോ? ഇവിടെ അവര് ഷീൽഡ് ഇട്ടാണ് നിൽക്കുന്നത് കേട്ടാ. വരുന്നുണ്ടോ ലെഫ്റ്റിന്നാ? 15 മിനിറ്റ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് റിവൈവ് ആവുന്നു. ചന്ദ്ര ലൈവ് ആണെന്നാണ് കാണണ്ടേ? ഓരോ അച്ചികള് പീഡിയെ ബുദ്ധിമുട്ടിപ്പിക്കാൻ വേണ്ടി ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളാണ് ഇന്നത്തെ എന്റെ RP ഗൈസ്. എല്ലാവർക്കും വെൽക്കം ടു ദ സ്ട്രീം. ഓരോ അച്ചിപ്പട്ടികൾ ഇവിടുത്തെ പീഡിയെ ഉപദ്രവിക്കാൻ എന്തൊക്കെ പോക്കൃത്തരങ്ങളാണോ കാണിക്കുന്നത്, ആ പോക്കൃത്തരങ്ങളാണ് ഞാൻ ഈ ലൈവിലൂടെ തത്സമയത്തിലൂടെ എല്ലാരെയും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനൊന്നും ഒരിക്കലും RP കളിക്കാൻ പാടില്ല. ഇങ്ങനൊന്നും ഇങ്ങനത്തെ വണ്ടി എടുത്തോണ്ട് പോവാ, ഡിസ്റ്റർബ് ചെയ്യുക, അവരെ ഇതാക്കുക. എത്തിയടാ പോലെ 4 പേരായി. ഇവര് 5 പേരായില്ല, 4 പേര്. ഈ ബോഡി മാറ്റിട്ടാ ഞാനാടാ. എനിക്കിതൊക്കെ കാണണ്ടേടാ. മാറ്റല്ലേ എന്റെ മാറ്റിയിടല്ലേ. എനിക്ക് കണ്ടുടാ, എനിക്ക് കാണണം. ശശിഡോ When you are dead, you will be revived by. ഹെൽത്ത് 4 രണ്ടെണ്ണം തരാം. രണ്ടെണ്ണം തരാം. ഈ കയ്യിൽ നിന്ന് ഇറക്കി വിടുന്ന സാധനം എന്തായിരുന്നു? എസ്കോട്ട്. ബോഡി ബ്ലോക്ക് ആവുന്നു. ഈ വണ്ടിയുടെ അടുത്ത് നിന്ന് എന്നെ മാറ്റി ഇടാമോ? ആര് കാണാൻ? ഓല്ലടാ സ്നൈപ്പേ. ജുഗ്രു എവിടെ ലൈവ്?
ജുഗുറു ആ. ഓ, 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 ഓ. യെസ്, നിങ്ങൾക്ക് അവിടെ നിന്ന് അടിക്കാറാൻ പറ്റുമോ? മണ്ടാപ്പി അവിടെ നിന്ന് കയറിക്കോ നിങ്ങള്. എടാ ഞാൻ ഷീൽഡ് അടിക്കോടാ. ഇവര് 4 പേര്. അവര് പുഷ് ചെയ്യുന്ന അവിടെ മണ്ടാപ്പി. അവൻ ചത്ത് കേട്ടാ, ജൂഡ് ചത്ത്. എടുത്താ ഓയ്. എടുത്തു പറഞ്ഞിട്ട് മേഡം ഉണ്ടല്ലോ അവിടെ. ഓ. ഇവിടെ ഒരു സൂപ്പർമാൻ പറന്നു വന്ന കണ്ടായിരുന്നു. നീലൊക്കെ വന്നേക്കുന്നു. എന്നെ നോക്കി വീഡിയോ ഏകദേശം ഡൗൺ ആയിട്ടാ. കൊണ്ടുവാ കേബിലെ. അയ്യോ, ഇനിയാണ് നമ്മള് വീഡിയോ നമുക്ക് അണ്ണന്തി എന്നെ ഒന്ന് റിവൈവ് ചെയ്യടാ. സെക്കൻഡ് കോൾ കൊടുത്തു. എനിക്കൊരു ഓഫീസറിനെ അപരാധിക്കാനുണ്ട്. നമുക്ക് 3-4 പേര് മതിയത്. എടാ നോക്കണേടാ, ചിലപ്പോ എവിടെന്നെങ്കിലും പൊങ്ങിക്ക് വരും. അല്ല ഇത് വരാത്തമാര് വരും. ശാന്തക്കുട്ട ഇത് മതി, TV അൺവാണ്ടഡ് സിറ്റുവേഷൻ എടുക്കുകയാണെന്ന്. ഇല്ല നീ കേറി വാ. അമ്പാൻ കണ്ടി അവിടെ കേവേട് പാട്ടിട്ട് സന്തോഷിക്കുന്നു. കഴിവില്ലാത്ത പട്ടികൾക്ക് അതേ പറ്റത്തുള്ളടാ. ഇങ്ങനെ അവിടെ ഇരുന്ന് ഇതൊക്കെ ചെയ്യാനേ പറ്റത്തുള്ളൂ ഈ കഴിവില്ലാത്ത പട്ടികൾക്ക്. കാരണം തല്ലുകൊള്ളികളുടെ കൂടെ ഇതായിട്ട് വന്നതല്ലേ. അതുകൊണ്ട് അമ്മമാർക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. മനസ്സിലായത്? ഈ കൂടുതലൊന്നും സിറ്റിക്കകത്തൊന്നും കയറി ഉണ്ടാക്കാനൊന്നും ഇവനൊന്നും പറ്റത്തില്ല. കണ്ടി മനസ്സിലായോ? തിരിച്ച് എനിക്ക് പറയാനാണെങ്കിൽ ഞാൻ പറഞ്ഞ ചിലപ്പോൾ കുറച്ച് വൾഗറായി പോകും. അത് നിങ്ങളുടെ IRL ലൈവ് കണ്ടുവന്ന ഓഡിയൻസിന് ചിലപ്പോൾ വിഷമമാവും. അവർക്ക് കരച്ചിൽ വരും ചിലപ്പോൾ. അതുകൊണ്ട് ഞാൻ ഒന്നും മിണ്ടുന്നില്ല. മനസ്സിലായോ? ഊമ്പാൻ. ഓക്കെ MRC ഊമ്പാ, നീ പാട്ടിട്ടോ കണ്ടിട്ടോ, നീ അവിടെ ഇരുന്ന് എൻജോയ് ചെയ്യടാ. ഫോക്കസ് ഓൺ RP ബ്രോ. ഞാൻ ചത്തെടുക്കല്ലേ, ഞാൻ RPയിലോട്ട് വരുമ്പോ കേറിക്കോളാം. ഞാൻ RP കയറുമ്പോ ഇതായിക്കോളാം. ഞാൻ റസ് ആയിട്ടില്ല ഇതുവരെ. ഞാൻ എപ്പോഴും ചത്തെടുക്കും. അതേത് കണ്ടാ അവിടെ ചത്തെടുക്കുന്നേ ഉള്ളൂ. അസൻ MRC ഫാൻസ് ഇൻഡെക്സ് കുണ്ണത്തരമാണ് കാണിച്ച. ബട്ട് അതിന് MRC ഗ്യാങ്ങിനെ നിനക്കൊന്നും ബ്രെയിൻ ഇല്ലടാ കുണ്ണേ. പിന്നെ MRC കണ്ടി ഏത് ഗ്യാങ്ങിലാണ് കളിക്കണം? പിന്നെ ഈ സെൻഡക്സ് എന്ന് പറയുന്ന കണ്ടി പിന്നെ ഏത് ഗ്യാങ്ങിൽ? നിനക്കൊന്നും തലക്കകത്ത് ബുദ്ധി ഇല്ലടാ പുണ്ടച്ചി. നിനക്ക് കണ്ടിക്കകത്തൊന്നും ബ്രെയിൻ എടുത്ത് തലയിലോട്ട് വെക്കുന്നത് ചിന്തിക്കടാ. ഈ കൊമ്പത്തിരിക്കുന്ന കുണ്ണകളൊന്നും അറിയാതാണോ ഇവനൊക്കെ ഈ കോർപ്പറേറ്റ് സ്ട്രൈക്ക് അയച്ചതെന്നാണോ നിന്റെയൊക്കെ വിചാരം? നിനക്കൊന്നും ആലോചിക്കാനുള്ള ബുദ്ധിയില്ലേ? നിനക്കൊന്നും ആലോചിക്കാനുള്ള ബുദ്ധിയില്ലടാ. MRC ഗ്യാങ്ങിലുള്ള പുണ്ടച്ചി പിന്നെ ഞാൻ MRC പിന്നെ ഞാൻ ഏത് ഗ്യാങ്ങിനാണ് വലിച്ചിടണ്ടേ? ചിന്തിക്കാൻ പോലും കേപ്പബിലിറ്റി ഇല്ലാത്തവൻ. നിന്നെയൊക്കെ ഇങ്ങനെ ആക്കി മന്ദബുദ്ധിയാക്കി വെച്ചിരിക്കുകയാണ് ഇവരൊക്കെ. ചിന്തിക്കണം നീയൊക്കെ. എന്റെയൊക്കെ വർത്താനം. MRC ഗ്യാങ്ങിനെ വലിച്ചിടേണ്ട ആവശ്യമുണ്ടോ എന്ന്? നല്ലവന്മാരാണല്ലോ അതിനകത്തുള്ള എല്ലാം ഉണ്ടാവുന്നു. A ക്ലാസ് അമ്പിപ്പട്ടികള്. അവന്റെയൊക്കെ കോപ്പിറൈറ്റ് കണ്ടി
നീയൊക്കെ അയക്കും, നമുക്ക് കോപ്പി റൈറ്റ് വാർ കളിക്കാം. ആരുടെ ചാനലാണ് നിൽക്കുന്നത് നമുക്ക് നോക്കാം. എടാ യൂട്യൂബ് ചാനൽ ഇല്ലെങ്കിൽ എനിക്കൊരു അണ്ടിയില്ല, മനസ്സിലായോ? എനിക്ക് ഒരു കുന്തവും ഇല്ല. പക്ഷെ നിനക്കൊക്കെ പറ്റ QR വെക്കാൻ വേറൊരിടം ഇല്ലാതായി പോകും, അത്രേ ഉള്ളൂ. അത് നിങ്ങൾക്ക് ആലോചിച്ചാൽ മതി. നിനക്ക് QR മറ്റേ ആന വലുപ്പത്തിൽ QR വെക്കാൻ വേറൊരെണ്ണം ഉണ്ടായില്ല, അതില്ലാതായി പോകും. അതേ ഉള്ളൂ ഇത് നടന്ന അവസാനത്തെ റിസൾട്ട്. അതിന്റെ അപ്പുറത്ത് ഒന്നും സംഭവിക്കാൻ പോകണില്ല. നിന്റെയൊക്കെ വർത്താനം, നിന്റെയൊക്കെ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് മറ്റേ ഇതൊക്കെ മറ്റേ ഏതെങ്കിലും കൊച്ചു പിള്ളേരെ അടുത്ത് പോയി എടുത്താൽ മതി. വണ്ടികള് നമ്മളെ ആദ്യം പൊക്കിപ്പിച്ചിട്ട് വീടിനെ അങ്ങനെ പറഞ്ഞാല് അങ്ങനെ ചെയ്യോ? EMS ചെയ്യോ? ചന്ദ്രനോ? ചന്ദ്രൻ ഇവിടെ കൊണ്ടിട്ടേക്കാണല്ലേ? ഇതായിക്കൂടെ? ഇല്ലല്ലോ, അവള് ഓൾഡോണാ. അതോ PD സിറ്റുവേഷൻ എൻഡഡ് എന്ന് പറഞ്ഞിട്ട് EMS ഇവിടെ യു ആർ നോട്ട് അലൗഡ് ടു ഡിഎക്ഷൻ ചെയ്യേ നമുക്കല്ല. റോബ് കുറച്ച് പേരെ എടുക്കാണ്ട് പൊക്കാനുണ്ട്. റവായില്ല ജമാലു ഇവൻ എന്തിനാണ് വിളിക്കണം? ജമാലു ഞാൻ ചത്തു കിടക്കുക. ഗെയിമാണ് ബ്രോ. കോപ്പിറൈറ്റ് സ്ട്രൈക്ക് ഗെയിമിന് പുറത്താ ബ്രോ. ആ ഗെയിമിന് പുറത്തുള്ള സാധനം വിടാനാണ് ഞാൻ പറയുന്നത്. എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല, എനിക്ക് ഗെയിമാണ്. ഞാൻ പറയണത് അതല്ല, കോപ്പിറൈറ്റ് സ്ട്രൈക്ക് നിങ്ങൾ ഗെയിം ആണെന്നാണോ വിചാരിച്ചിരിക്കുന്നത്? ഇപ്പൊ ഒരു ചാനലിൽ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് അയക്കാന്ന് പറഞ്ഞാൽ അതിന്റെ ഹെൽത്തിനെ ഭയങ്കരമായിട്ട് ബാധിക്കും. ഞാൻ ഇതിനകത്ത് കുറെ നാളായിട്ട് ഇരിക്കുന്ന ഒരാളല്ലേ. ചാനലിന് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടാന്ന് പറഞ്ഞാൽ ചാനലിന്റെ റെക്കമെൻഡേഷനും നോട്ടിഫിക്കേഷനും ഒക്കെ ഭയങ്കരമായിട്ട് ബാധിക്കും. അത് ഊക്കിയതാണ്. എന്താണെന്ന് ഞാൻ പറയുവാ. ഫയർ ചെയ്യില്ല. നമ്മുടെ വണ്ടി ഇടിച്ച് കേറി ഹലോ ഇനി നിനക്കൊക്കെ കുറയ്ക്കാനുണ്ടെങ്കിൽ ഊമ്പാമ്പറോട് എടുത്ത് പോയി കുറയ്ക്ക്. അവൻ്റെ അച്ഛനെ കെട്ടിക്കാൻ പാട്ടിട്ടിരിപ്പുണ്ടാവും. അവൻ്റെ അടുത്ത് ചെല്ല്, അവൻ്റെ അടുത്ത് എന്തെടുത്ത് കുറയ്ക്കും. ഊമ്പാമ്പറോട് എടുത്ത് വണ്ടി കിടന്നിട്ട് പിന്നെ എന്തിനാ അപ്പാപ്പന് കോപ്പിറൈറ്റ് കൊടുത്തത്? ഏതപ്പാപ്പന്? നിങ്ങൾ ചോദിക്കുന്നത് അതായത് വണ്ണാൻ്റെ നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ ഇപ്പൊ ഉള്ള അപ്പാപ്പനാണോ? അതായത് ഞാൻ ചോദിക്കുന്നത് നമ്മുടെ KVL ഉണ്ടായിരുന്ന അപ്പാപ്പൻ. അപ്പാപ്പന്റെ കാര്യമാണോ ചോദിക്കുന്നത്? ആ അപ്പാപ്പന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞുതരാം. വേറെ അപ്പാപ്പൻ വണ്ടികളൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഈ അപ്പാപ്പന്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. റാവോ കോപ്പിറൈറ്റ് എനിക്കാണ് അയച്ചത്, മനസ്സിലായോ? എനിക്ക് എന്റെ ചാനലിൽ ഇപ്പോഴും ഒരു കമ്മ്യൂണിറ്റി സ്ട്രൈക്ക് ഉണ്ട്. എന്റെ ചാനലിൽ ഇപ്പോഴും ഒരു സ്ട്രൈക്ക് ഉണ്ട്. എനിക്ക് ഞാൻ ഒന്ന് എടുത്ത് കാണിച്ചു തരാം. എനിക്ക് സ്ട്രൈക്ക് കിട്ടിയത് ബ്രാവോയുടെ കയ്യിൽ നിന്നും, അതേപോലെ തന്നെ എന്താ മറ്റേ പുള്ളിയുടെ പേരെന്തായിരുന്നു? വേറൊരാളുണ്ടായിരുന്നല്ലോ, വേറൊരു പേര് മറന്നുപോയല്ലോ. ഇട്ടിച്ചന്റെ കയ്യിൽ നിന്നാണ്. ഇവർക്ക് രണ്ടുപേരുടെയും കയ്യിൽ നിന്ന് എനിക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടി. എനിക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടിയപ്പോഴാണ് ഞാൻ അത് തിരിച്ചു കൊടുത്തത്, മനസ്സിലായി? അതുവരെ ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ എന്റെ കാര്യമോ പറയണേ, നിന്റെ ഒന്നും കാര്യമല്ല പറയണേ. ഞാൻ എന്റെ കാര്യമോ പറയണേ. ഞാൻ അത് ചെയ്തിട്ടില്ല. എന്റെ അടുത്ത് വന്ന് ഇതാക്കിയത് കൊണ്ടാണ് ഞാൻ ചെയ്തത്, മനസ്സിലായ? അല്ലാതെ നിന്റെ ഒന്നും ഗുണപെടാം. നീയൊക്കെ ഇപ്പൊ അപ്പാപ്പനെ പിടിക്കുന്നത് എന്തിനാ? നീയൊക്കെ പറഞ്ഞ എന്താ? ഇപ്പൊ നീയൊക്കെ അപ്പാപ്പനെ പിടിക്കേണ്ട ആവശ്യം എന്താ? അല്ല, നീ അതൊക്കെ പറഞ്ഞോണ്ട് വന്നു. എനിക്കൊരു ഗുണമില്ല. അത് പുള്ളിക്കല്ലേ പറയാൻ പറ്റാത്തത്, എനിക്ക് പറയാമല്ലോ. ഞാൻ കൊടുത്തിട്ടില്ല. ഞാൻ ഇതുവരെ അപ്പാപ്പനെ കൊടുത്തിട്ടില്ല. കഴിഞ്ഞില്ലേ? അപ്പൊ പിന്നെ എടുക്കാൻ പറ്റില്ലല്ലോ. എന്തിയെ അവനെന്തിയെ പേടി പറഞ്ഞു. പടക്കം പൊട്ടിക്കാൻ വേണ്ടി വന്നതാണ് സാറേ.
എടാ ചന്ദ്രബോസ് സാർ ഇവിടെ കാണാൻ ഉണ്ടോ നോക്കിയടാ. ഇറങ്ങി ഓടി ഇവിടുന്ന് പിന്നെ ഇറങ്ങി ഓടിയെന്ന് തോന്നണ. ഇവിടുന്ന് ഓടി. ഇത് ഇവിടെ ഉണ്ടായിരുന്നു. ഇത് ഇവിടെ ഉണ്ടായത്. ഇവിടെ കൊറേ ഇതാ ഇവിടെ ഒരു ഓഫീസർ കിടക്കുന്നു. ചന്ദ്ര പൊങ്ങിയാണ് ഇവിടെ ഉണ്ടായത്. എന്റെ ഇവിടുന്ന് ഓടിയതാണ്. എടാ അവനെ എന്തിനാ ഓടിച്ചു വിടല്ലേ? പോയി എടാ ഞാൻ വരച്ചന്ദ്രൻ സാറിനെ പൊക്കി ഇപ്പൊ ഡ്രോണായിട്ട് ആകാശത്തെത്തി. കേക്കാവാ വരച്ചന്ദ്രൻ സാറിനെ ട്രാക്ക് ചെയ്തയാ. ഇപ്പൊ ഞാൻ ആകാശത്ത്. അല്ല സാറേ ചന്ദ്രബോസ് സാർ എന്ത് ചെയ്യും സാറേ? എന്ത് ചെയ്യും? റേഡിയോയിൽ ബോധം പോയായിരുന്നു. ആണല്ലേ. ചന്ദ്രബോസ് സാറിനെ തിരക്കെന്ന് പറയണേ സാറേ. നറുട്ടോ പോയ നറുട്ടോ ഈ പിങ്ങിലൊന്ന് വന്ന് പൊക്കി വെക്കണടാ. കഷ്ടം. എവിടെ ഇവൻ? എടാ ചന്ദ്രനെ ഒന്ന് കണ്ടുപിടിച്ചേടാ. ഓടി ഓടി കേട്ടാണ് ഓടി ഓടി കേട്ടാണ്. ഇതിന്റെ പാസ്. ഹലോ കൂട്ട ആൾക്കാരെ ഞാൻ നമ്മളങ്ങ് അടിച്ചങ്ങ് തൊലച്ചാട്ടാണ് ഇവിടെ ഇട്ട്. ആണോ? ഒരു കേസ് വന്നാ നമ്മുടെ വണ്ടി എടുത്ത കേസ് അടിച്ച് തൊലച്ച് കളഞ്ഞ്. എനിക്കൊരു 6 പിക്ക് ഉണ്ടായിരുന്നേ. ഭയങ്കര നല്ല അഭിപ്രായം വീഡിയോ സൈഡിൽ നിന്ന്. സൈഡിൽ നിന്നല്ലേ? ആ 6 പേര് മാറി മാറി അടിച്ചേ. മാറി അടിച്ചു. ഒരു മിനിറ്റ് അണ്ണാ, വഴി തീർന്നു. എവിടെയാണ് ഞാനിവിടെ ഒരു സ്ഥലത്ത് ഏത് സ്ഥലം എന്ന് പറയാവോ? ഇത് അറിയാൻ പറ്റില്ല അണ്ണാ, അത് അങ്ങനത്തെ സ്ഥലം. ഇത് കുറെ പേരൊക്കെ ഉണ്ട്. ആണല്ലേ? ഞാൻ ഇപ്പൊ അങ്ങോട്ട് വീട്ടിലോട്ട് വരണ. ഇതിപ്പോ വീടിൽ നിന്ന് ഇറങ്ങണം. ആണോ? വീട്ടിൽ നിന്ന് ഇറങ്ങാനുള്ള സമയമായോ? സമയം ഇറങ്ങുന്ന സമയം. ഇന്നോടെ മതി. ഇന്നോടുള്ള കഴിഞ്ഞ് എന്നിട്ടല്ല നീ എനിക്ക് എന്റെ അഭിപ്രായത്തിൽ ഇത്രയും പിക്കൊക്കെ കിട്ടിയെങ്കിലേടാ പീഡിക്ക് വേണ്ടി കളിച്ചൂടെ? അതാവുമ്പോ എനിക്ക് തോന്നുന്നു പീഡി ആവുമ്പോ നിനക്ക് കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ട് കളിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. അവിടെ തന്നെ നിൽക്കുന്നതില് കുഴപ്പമൊന്നുമില്ല. അവിടെ തന്നെ നിൽക്കാൻ നിനക്ക് വേണമെങ്കിൽ. ഇല്ലാണ് ഇത്ര സ്കില്ലിന് ഗ്യാങ്ങിന് വേണ്ടി ഇതാക്കണതാണ്. ആണല്ലേ? എത്ര പേരെ കൊന്ന? 6 പേരെയാ? 6. അയ്യോ 6 പേരെ അല്ലേ? അതൊക്കെ എന്ത് സ്കിൽ സെറ്റ് ആണോ ചന്ദ്ര? സാറേ ഹലോ സാറേ ചന്ദ്രബോസ് സാറുണ്ടോ സാറേ? ചന്ദ്രബോസ് സാറിനെ ഒന്ന് കാണാൻ വേണ്ടിട്ടായിരുന്നു. ചന്ദ്രബോസ് സാർ ഹലോ ഒന്ന് പറഞ്ഞ സാർ. നിങ്ങളുടെ ക്ലീൻ ആക്കുന്ന ആൾക്കാരാണോ ഇവിടെ? ചന്ദ്രബോസ് സാർ, നമ്മുടെ ചന്ദ്രബോസ് സാർ നിൽക്കുന്നത് ഇതാണ് സാറ്. പുതിയ സാറാ? അയ്യോ സാറിനെ കാണുമ്പോ തന്നെ ഒരു പേടിയൊക്കെ വരുന്നുണ്ടേ സാറേ. നിങ്ങൾ ടണൽ ക്ലീൻ ആക്കുന്ന ആൾക്കാരാണോ? ടണൽ ക്ലീൻ ആക്കുന്ന ആൾക്കാരാ. ഞങ്ങള് നോക്കിയപ്പോ ഒരു 3 പയ്യന്മാര് തന്നെ സാറേ ഈ പീഡിയിലുള്ള ഓഫീസറിനെ അവിടെ അടിച്ച് തൂറ്റിച്ചിട്ടേക്കുന്നത്. അപ്പൊ സാറുമാരുടെ തീട്ടോ ചോരയെല്ലാം വാരി വൃത്തിയാക്കാൻ വേണ്ടി വന്നതാണ്. ആണോ? അല്ലല്ല, അത് രണ്ടുകൂടെ ചറക്കി വിടായിരുന്നു. ഭയങ്കര പായലല്ലേ ഇവിടെ? അല്ലല്ലോ സാറേ, നമ്മള് ക്ലീൻ ചെയ്യാൻ വന്നപ്പോ ഓൾറെഡി കണ്ടായിരുന്നു പീഡി അടിമേടിക്കുന്നത് സാറേ. പീഡി അടിമേടിക്കുന്നത് നമ്മള് കണ്ടായിരുന്നു. ഒരു 3 പയ്യന്മാര് ഒരു 10 പേരെ കൊന്നുകളഞ്ഞ്. പായല് കാരണം നല്ല തെന്നലുണ്ട്. സാറാ കൂടുതലുണ്ടായിരുന്നു? ചത്തുവീണ കൂടുതൽ സാറുണ്ടായിരുന്നു? ഇല്ല ഞങ്ങൾ പോയിട്ടെല്ലാം വൈപ്പ് ചെയ്ത് എല്ലാ ആൾക്കാരെല്ലാം ഇതാക്കി. ആണല്ലേ? ഇവിടെ വീണ്ടും കഫ് ചെയ്ത് കയറ്റിക്കൊണ്ടിരിക്കുക. നിങ്ങൾ ഐഡന്റിറ്റി കാർഡ് നിങ്ങൾ കാണണമല്ലോ. നിങ്ങളുടെ ഐഡന്റിറ്റി കാർഡ് കാണണമല്ലോ നിങ്ങളെ. സാറേ അറിയാതെ പറ്റിയാണ്. മുടിയൊന്നും വരണ്ട. അറിയാതെ പറ്റിയാണ്. ഇല്ല സാർ, സാറിന്റെ ഫുൾ നെയിം എന്താ സാറേ? സാർ ഇവിടെ സാഹിത്യ പെശകാണ് സാർ. നിങ്ങൾ എല്ലാവരും പെട്ടെന്ന് ഇവിടെ ലീവാണ് സാറേ. നമ്മളിവിടെ സ്ഥിരം ജോലി ചെയ്യുന്നവരല്ലേ സാറേ? സാറേ ഊഞ്ഞാലട അത്ര നീളം ഉണ്ടല്ലോ താടി. സാറേ നമ്മുടെ താടിച്ചൊരു വിഷയമാണ് സാറേ. സാറേ വിമലനാണോ? എന്റെ പേര് വിമലൻ. സാർ പണ്ട് നിങ്ങളുടെ പേരിൽ ഒരു ഹിസ്റ്ററി ഉണ്ടല്ലോ സാറേ. എന്റെ പേരിൽ ഒരുപാട് കഥകളൊക്കെ ഉണ്ട്. ആടിന്റെ അതെന്റെ പേരിലല്ല സാറേ. അങ്ങനത്തെ കേസുകളൊന്നുമല്ല. നമ്മള് കുറച്ച് വലിയ കേസുകളൊക്കെയാണ് ചെയ്യാറ്. സാർ ഇത് നിങ്ങളുടെ ഇവിടെ കൂട്ടത്തിലുള്ള ആൾക്കാരൊക്കെ ആയിരിക്കില്ലേ? ഇതെല്ലാം നമ്മള് വൃത്തിയാക്കുന്ന പയ്യന്മാരാണ് ഇതൊക്കെ.
നമ്മള് കുറച്ചധികം വൃത്തിയാക്കിയിട്ടുണ്ടേ. ഇതിലും പീഡിയെ വൃത്തിയാക്കിയതേ ഉള്ളൂ. ഈ സാർ ബാർബർ ഷോപ്പിൽ പോവാറില്ലേ? സാറേ സാറിന്റെ കാര്യം പറയട്ടെ സാറേ. സാറ് ഇപ്പൊ കൂട്ടത്തില് സാറാണെന്നൊക്കെ പറഞ്ഞത് നമ്മൾ ഇത്രയും പേരുള്ളപ്പോ സാറ് ഡയലോഗ് അടിച്ച സാറേ ഈ ടണലിൽ തന്നെ നമ്മൾ കുഴിച്ചു മൂടുവേ. അല്ല സാറേ ക്ലീൻ ആക്കുന്ന ആൾക്കാർ നമ്മള് ക്ലീനും ആക്കും, ചില സമയത്ത് തല്ലി കൊന്ന് കുഴിച്ചു വിടും. ചിലപ്പോ ഷേവ് ചെയ്യും. ഇവിടെ മാഫിയാണല്ലേ സാറേ? കത്തിയുണ്ടോ സാറ്? സാറി കത്തി സാറിന് കൈപൊക്കിയ സാറേ. സാറൊന്ന് കൈപൊക്കി. എത്ര മാസൊക്കെ അടിച്ചിട്ട് സാർ ഇത്രയും മാസം കഴിച്ചിട്ട് എങ്ങനെ പോണേ വിടും? സാറത് കൈപൊക്കി. സാറിന്റെ മറ്റേ റേഡിയോ ഇതൊക്കെ എടുക്കുവാണ്, GPS ട്രാക്കറൊക്കെ. ഓ എല്ലാ എന്റെ കൂടെ പറഞ്ഞു വിട്ടിട്ട് വരാം. ഇല്ല നമ്മള് അല്ല ഞാൻ അവര് പോയി അവര് ഓൾറെഡി പോയി. വണ്ടി രണ്ടിന് വെയിറ്റ് ചെയ്യുന്നുണ്ട്. പീഡി ഇങ്ങനെ നിൽക്കുമ്പോ അവർക്ക് വിഷമോ? ഞാൻ പോയിട്ട് പറഞ്ഞുതരാം. ഇല്ല അവർക്ക് വിഷമമായിക്കോട്ടെ സാറേ. അവര് നമ്മുടെ കുഞ്ഞമ്മയൊന്നും എല്ലാം എടുത്തിട്ടുണ്ട് സാറേ, എല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ. സാറേ ഹോസ്റ്റേജ് സാറേ ഇതെന്താ പ്രശ്നം? എന്താ നമുക്ക് സംസാരിക്കാൻ എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇപ്പം റോങ്ങായിട്ട് സംസാരിച്ചാണ് ഇഷ്ടപ്പെടാത്തെ? നമ്മുടെ വെയിറ്റ് ഇട്ട് സംസാരിക്കുന്നത് നമുക്ക് ഇഷ്ടമല്ല സാറേ. സാറേ വെയിറ്റ് കുറച്ച് സംസാരിക്കാം, എനിക്ക് രണ്ട് രീതിയിൽ അറിയാം. എന്നാ വെയിറ്റ് കുറച്ച് സാറ് സംസാരിച്ച് കേക്കട്ടെ. സാറേ എന്റെ പേര് ചന്ദ്രൻ. ഇവിടെ ഒരു ട്രെയിനിൽ ഇപ്പൊ കയറിയ ഓഫീസറാണ് പിടിയില്. ഓക്കെ. അപ്പൊ വലിയ വലിയ കേസുകളൊക്കെ ഡീൽ ചെയ്യുന്നത് ഭരചന്ദ്രൻ സാറാണ്. നമ്പർ തരാം. ഭരചന്ദ്രനൊക്കെ ഇതിനു മുമ്പ് നമ്മൾ ഡീൽ ചെയ്തിട്ടുള്ളതാ. സാറേ ഇത് നമ്മൾക്ക് അങ്ങനെ വേറെ പരാതി നിങ്ങളൊന്നുമില്ല. നിങ്ങൾ എന്താ ചോദിക്കും? ഇവിടെ നല്ല സ്ഥലം. അല്ല സാറിന് നമ്മുടെ എന്തെങ്കിലും ചോദിക്കാനോ കണ്ണെടുക്കാനോ എന്തോ ഉണ്ടോ? തങ്കപ്പെട്ട സാറിനെ കണ്ടാൽ തന്നെ എനിക്ക് എന്റെ വല്യപ്പച്ചന്റെ ഒരു ഓർമ്മയാണ് എനിക്ക് സത്യം പറഞ്ഞ. ആടി മീശ വള്ളം പോലത്തെ താടി. ഇത് ട്രോഫിക്ക് ഇറക്കോ സാറേ? സാറിന് ഇവിടുത്തെ തക്കടുവാവ അധോലോകത്തിനെ അറിയോ? സാറേ ഇത് അടുത്ത നെഹ്റു ട്രോഫിക്ക് ഇറക്കോ? സാർ ഇവിടുത്തെ തക്കടുവാവ അധോലോകത്തിനെ അറിയോ? അറിയാം സാർ, അറിയാം. ഞാൻ കുടുംബത്തിലെ സാറേ നമ്മളവിടുത്തെ വാസുവിനെതിരായിട്ടുള്ള ആൾക്കാരാ. ഇപ്പൊ വാസുവിന്റെ ഫോണിലേക്ക് വിളിച്ചായിരുന്നല്ലോ. അല്ല എന്തോ ബ്രീച്ച് ചെയ്യുന്നു എന്തൊക്കെയോ പറഞ്ഞിട്ട് വിളിച്ചായിരുന്നല്ലോ. നമ്മളെ വാസുവിനെതിരാ. പക്ഷെ വാസുവിനെ നമുക്ക് തന്നെ തട്ടണം, അല്ലാതെ വേറൊരുത്തിനും നമ്മൾ കൊടുക്കൂല. മനസ്സിലായ? അപ്പൊ അവിടോട്ട് കേറി സാറും സാറിന്റെ പീഡിക്കാരും ഒന്നും കളിക്കണ്ട. അങ്ങനെ തട്ടാൻ പറ്റില്ല, ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. ആ ബുദ്ധിമുട്ടൊക്കെ ഇതിനു മുമ്പ് എടുത്തിട്ടുള്ളതാ. വെറുതെ വിട്ട് കളഞ്ഞതല്ലേ ഈ വിമലന്റെ മുകളിൽ ഒരു വാസുവും ഇല്ല. പണ്ടത്തെ വാസുവിന്റെ ഇപ്പോഴത്തെ വാസു ഇച്ചിരി പ്രശ്നമാണ്. അത് പണ്ടത്തെ ആണേലും എപ്പോഴത്തെ ആണേലും വിചാരിച്ച വാസുവിനെ പൊക്കും, അത്രേ ഉള്ളൂ. അതിന് മുകളിലൊന്നും ഇല്ല വിമലന്റെ മുകളിൽ വിമലൻ മാത്രം. സാറി ടണലിന്റെ മുകളിലോട്ട് കയറുന്ന മാത്രം ഓർമ്മ കാണും. ഒരു ഓർമ്മ സാറേ. നിന്റെയൊക്കെ വാസുവിനെ ഇതിനു മുമ്പ് കൊണ്ടുപോയി ഇരുത്തിയിട്ടുണ്ട്, ഓർമ്മയുണ്ടോ നിനക്കൊക്കെ? സാറേ ഞാൻ കാര്യം പെട്ടെന്ന് ഞാൻ ഈ പീഡിയിൽ കയറിയപ്പോ ചെയ്യും അവരൊക്കെയാണ് എന്റെ അടുത്ത് പറഞ്ഞത് ഇതുപോലെ ഇവിടെ ഇച്ചിരി പ്രശ്നമാണ്, പിന്നെ ഞാൻ ഇച്ചിരി ഇഷ്യമാണ്, തൊടാൻ പറ്റത്തില്ല എന്നൊക്കെ. അപ്പൊ നിങ്ങളിപ്പോ 4-5 ഇത്ര പേരെ കൊണ്ട് ഒക്കൂല. നമ്മളൊരു 100ഓളം പേരുണ്ട്. 100 പേരെ കൊണ്ട് ഒക്കും. സാറ് ബ്രെയിൻലെസ് നേരിട്ടുണ്ടോ സാറേ? നമുക്ക് അലയൻസ് ഉണ്ട്, ബ്രെയിൻലെസ് ഉണ്ട്, ഇങ്ങനെ കുറെ അലയൻസുകളുണ്ട്. നമ്മളെ എല്ലാം കൂടെ കൂട്ടി നോക്കിയ ഒരു 100 പേര് വരും. സാറേ എനിക്ക് ഒരു പ്രശ്നം സാർ ഞാൻ എനിക്ക് എന്റെ പേരിൽ നമ്മളിപ്പോ കമ്പനി എന്താവശ്യം എന്നെ വിളിച്ചാൽ ചേട്ടാ? സാറിന്റെ ആവശ്യമൊന്നുമില്ല. സാറിനെ വേണമെങ്കിൽ ഇനി അവര് നമ്മളെ വിളിക്കേണ്ടി വരും. അപ്പൊ സാറ് വലിയ ഡയലോഗ് ഒന്നും പറയരുതേ നമ്മുടെ അടുത്ത്. ഇല്ല സാർ ഞാൻ എന്താ പറയാ, നിന്റെയൊക്കെ അണ്ണൻ വാസുവിനെ കൊണ്ടിരുത്താക്കി നിന്നെയാണോ ഇരുത്താൻ പാട്? ഓ സാർ എന്റെ അടുത്ത് വെച്ചേ പാടാണ് നല്ല പാടാണ്, പറ്റൂല, നടക്കൂല. നിന്നെ കൊണ്ടിരുത്താൻ ഈസി അല്ലടാ. ഇപ്പൊ പോലും ഈ പറയണ ആരെങ്കിലും ചോദിച്ചു വന്നോ? കറണ്ട് പോയി. സത്യം ഈ കറണ്ട് പോയതൊരു സൂചനയാണ്. എന്റെ അണ്ണൻ വന്ന് മുകളില്, മനസ്സിലായില്ലേ? അവരാദ്യം ഫ്യൂസ് വരും. ഇനി നിങ്ങള് കണ്ണ് തുറക്കുമ്പോ
അല്ല അത് KCB-ലൊക്കെ അത് നമുക്ക് അങ്ങനെ കളിയാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്മള് ഇതാണ് നമുക്കറിയാം ഊരാനും കുത്താനും ഒക്കെ. കറണ്ട് ഉള്ളപ്പോഴും കറണ്ട് ഇല്ലാത്തപ്പോഴും അടിക്കാൻ പറ്റൂല, മനസ്സിലായ? ഇനിയിപ്പൊ ഇത് വലിയ പ്രശ്നമാവും. നമ്മള് ഈ ടണലിനകത്ത് ഈ പരിപാടി തുടങ്ങിയിട്ട് കാലം കുറെ ആയേ. ഇവിടെ കറണ്ട് ഓഫ് ആയാലും കറണ്ട് വന്നാലും പോയാലും ഒന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമേ അല്ല. ഇരുട്ടടി എന്ന് കേട്ടിട്ടുണ്ടോ? ഇരുട്ടടി അടിച്ചു കളയാ, ഇരുട്ടടി. സാർ എനിക്കിടെ ഒരു വെയിറ്റ് ചെയ്യുന്നുണ്ടോ? ഞാൻ റിപ്പോർട്ടെ സാറേ. ഇവന്റെ വർത്തമാനം കൂടുതലായി. ഇവനെ പർച്ചേസ് ചെയ്താലോ അവനെ? ഒരു കാര്യം പീഡിയിൽ നിനക്ക് എന്ത് കിട്ടുന്നുണ്ട്? പീഡിയിലൊന്നും എനിക്ക് സാലറി കിട്ടുന്നുണ്ട് മാസം ഒരു 10 കോടി. മാസം 20 കോടിയും ബൂട്ട് ക്യാമ്പും ഫുഡും വെള്ളവും റെഡിയാണോ? ഇതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബുദ്ധി ഒരു തരണം, എന്നാലേ സമ്മതിക്കൂ. പക്ഷെ എനിക്ക് ബ്രെയിൻ ഇടാൻ പറ്റൂല. അത് മാത്രമല്ലേ നമ്മൾ പറയുന്നുള്ളൂ. അവസാനത്തെ വാണിംഗ് ആണ്, ഇതോടെ നിർത്തിക്കോണം കേട്ടല്ല ഈ പരിപാടിയൊക്കെ. അല്ല ഇതൊക്കെ പോട്ടെ, സാറിന് അമ്പി കളിക്കാൻ അറിയോ? എന്നാ നമുക്ക് പിന്നെ എന്തെങ്കിലും തിരിഞ്ഞിരിക്കുമ്പോ തന്നില്ല സാർ അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ കേൾക്കാം. ഇനി പാലത്തിനടി വരല്ലേ? ഇല്ല സാറേ, ഞാൻ ആരുടെ പറയത്തില്ല സാറേ, ഞാൻ അടുത്ത് പറയത്തില്ലേ. കള്ളനാണ് ഇവൻ പോലും ബഹാളാണ്. ഇവ പോയി അടിച്ചു കളയും. ഒന്ന് റെഡി ആയിരുന്നു. അടിച്ചിട്ട് പോകും നമ്മളല്ലേ. അണ്ണാ അടുത്ത് പുതിയതായി വിട്ടാരെ വാ 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 വാ. എന്തൊക്കെ തരം സാരങ്ങളാണ് ദൈവമേ. അതെന്താടാ അതെന്താ ഞാൻ തീർത്തിട്ട് വരാത്ത വണ്ടി ഓടാവട്ടെ. സിമ്പിളാണ്, പിക്കറിംഗ് സ്പീഡ് കൂടിയാ മതി. കൂടി കുറച്ച് മെറ്റകൾ ഉണ്ട് കേട്ടോ ഇവിടെ. ഇത് എങ്ങോട്ടാ പോണ്ടേ? വഴി അറിയാവോ? നേരെ പോയതല്ലോ, നേരെ പോയത്. നമ്മള് മണി ടർമിന്റെ അവിടെ ചെന്ന് കയറുന്നതാണ്. അതെ, നമ്മള് മണി ടർമിൽ ചെന്ന് കയറും. ആ അണ്ണാ അസോണാ എന്നെ ഒരു സാനി എന്ന് പറഞ്ഞ കൊച്ചു വിളിച്ചണ്ണാ. എന്ത് പറഞ്ഞു? അണ്ണാ ഫ്രീ ആണോന്ന് ചോദിച്ചു.